തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ റോട്ടിൽ ഇതുണ്ടാവില്ലേ? ഹൈ സുഹൃത്തുക്കളെ, രണ്ട് ഐസ്ക്രീം വാങ്ങിച്ചു. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, വേണ്ട സുഹൃത്തിന് ഐസ്ക്രീം തിന്നണമെന്ന് പറഞ്ഞു. അന്നേരം സുഹൃത്തിന് ഐസ്ക്രീം വാങ്ങിച്ചു. അന്നേരം എനിക്കും ഒരു ഐസ്ക്രീം വാങ്ങിച്ചു. കണ്ടോ, അയ്യോ വലി പിടിച്ചിട്ടില്ല. പുളിയുടെ കൂട്ടത്തിൽ ഒരു ഐസ്ക്രീം കൂടെ. എടീ, നമുക്കേ ഇവിടെ കാണോ ഇരിക്കാം. എനിക്ക് നടന്ന് തിന്നിട്ടുള്ള ശീലം ഒക്കെ ഉണ്ട്, എന്നാലും ഇരിക്കാം. ഇവിടെ ഇറങ്ങിയാലേ തപ്പിയാലേ എന്നാ നീ അങ്ങ് തപ്പ, ഇറങ്ങിക്കോ, ഇറങ്ങി തപ്പ. ഏപ്രിലല്ലേ കെട്ടുകാലൊക്കെ കഴിഞ്ഞ് ഇവിടെ തപ്പും. നീ തപ്പടി ഇറങ്ങി. നീ തപ്പ്. ഞാൻ തപ്പണമെങ്കിൽ ഈ ഡ്രസ്സിൽ തപ്പാൻ പറ്റുമോ? ഞാൻ ഈ ഡ്രസ്സ് തപ്പാം. തപ്പിയ ദൂരം കട്ടെടുക്കുന്ന സ്ഥലമാണെന്ന് അറിയോ സുഹൃത്തുക്കളെ? എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഇവിടെ ഇറങ്ങി തപ്പാൻ ഈ വെള്ളത്തിൽ. ഇത് കണ്ടോ, ഈ വെള്ളത്തിൽ ഇറങ്ങി തപ്പിക്കഴിഞ്ഞാൽ കക്ക കിട്ടുമെന്നാണ് പറയുന്നത്. ഞാൻ തപ്പിയാലോ? തപ്പിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ തിരിച്ചു പോകും? നല്ല കമന്റ് വരുമ്പോഴാണ്. ഇവള് പറയുന്നു തപ്പാൻ. തപ്പിയാണെങ്കിൽ ശരിക്കും ഒരു ശീലം പോലും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അതാണ് ഞാൻ. എങ്ങനെ തപ്പു? ഈ തപ്പുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അതെനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഈ തപ്പൽ അറിയത്തില്ല. നീ ഒന്ന് തപ്പി കാണിയില്ലെങ്കിലേ എനിക്ക് അറിയത്തുള്ളൂ. തപ്പി കക്ക തിന്നണമെങ്ങനെ? കക്കയില്ലേ, കക്ക ഇറച്ചി അങ്ങനെ കണ്ടിട്ട് തപ്പി തിളപ്പിച്ച് തല്ലിയിട്ടാണ് കക്ക എടുക്കണത്. അതൊക്കെ അത് ഈ ഇങ്ങനെയുള്ളിടത്തുനിന്ന് കക്ക കിട്ടുന്നത്. ഇതെങ്ങനെയാ വെള്ളത്തിൽ തപ്പുന്നത്? കക്ക രണ്ട് ടൈപ്പ്. അത് നീ എന്നെ ഒന്ന് തപ്പി കാണിയില്ലേ എങ്ങനെയാന്ന്? തപ്പൽ അറിയാൻ വയ്യാത്തവർ തപ്പി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇറങ്ങി കളിച്ചത് കഴിക്കണേ. അത് മൊത്തം ഒലിച്ചു പോന്നു. എനിക്ക് ഇനിയും അടുത്ത വീഡിയോസ് കാണുന്നുണ്ട്. മൊത്തം ഒലിച്ചു പോന്നു.